ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പിസ്സയിലേക്കായാലും ചീസിൻ്റെ ഏത് റെസിപ്പിയിലേക്കായാലും നമുക്ക് ഈ ചീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 ലിറ്ററും പിന്നെ ഒരു 1/4 കപ്പ് കൂടുതലുണ്ട് കേട്ടോ പാല്. അത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാവേണ്ട, ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 1/4 കപ്പ് വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. വിനാഗിരിയോ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങനീരോ എന്ത് യൂസ് ചെയ്യാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. അതൊന്ന് പിരിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കണ്ടോ നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ നല്ലൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുത്താലും മതി. ഇതുപോലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല ഒരു തവി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് പോകണം. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് എടുക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ചീസ്. ഇനി ബാക്കി ഇരിപ്പുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ പാല് പിരിച്ചെടുത്തതിന് ബാക്കി വന്നിട്ടുള്ള വെള്ളമാണ്. അത് നമ്മൾ നേരത്തെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കൈകൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂട് വേണം, അത്യാവശ്യം ചൂട് വേണം കേട്ടോ. കാരണം നമ്മൾ ഈ അരിച്ചെടുത്തുള്ള ചീസിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യം ചൂട് വേണം. അപ്പോൾ ഈ ചീസ് നമുക്കിനി ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ചീസിൽ ഉപ്പുണ്ട്. ഉപ്പുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചീസ് അതിലേക്ക് ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തവി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്ത് കയ്യിലേക്ക് എടുത്ത് നല്ല ഇതുപോലെ പ്രസ് ചെയ്ത് പിഴിഞ്ഞിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് പോകണം. വീണ്ടും ഇതേപോലെ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. ഏകദേശം ഞാനൊരു 5-6 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമുക്കിതിങ്ങനെ ചെയ്യണം. ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കയ്യിലേക്ക് എടുത്ത് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് പോകുന്ന രീതിയിൽ വേണം പിഴിയാൻ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ നമ്മുടെ കൈകൊണ്ട് ഒന്ന് വലിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീസ് മെൽറ്റാക്കി എടുക്കുമ്പോൾ നല്ല വെലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 3-4 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ചീസ് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് എടുത്താൽ മതി. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലധികം കാണുന്ന വെള്ളം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കളയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനോ കട്ട് ചെയ്തെടുക്കാനോ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കവറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഇത് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചുരുങ്ങിയത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ നമുക്കിത് അടിപൊളിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് 2 മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. എങ്കിൽ കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചീസൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനി ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ കാണിക്കാം. ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് വലുതാക്കിയിട്ടും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ, നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെയും നമുക്ക് ഈ ചീസ് എടുക്കാം. പിസ്സയിലേക്കും മറ്റുവാണെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ 2 പിസ്സ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് ബ്രെഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ഒന്ന് ഈസ്റ്റ് ഇല്ലാത്ത ഒരു പിസ്സയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബ്രെഡ് പിസ്സയ്ക്ക് വേണ്ടിയിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലൊന്നിൽ ഇതുപോലെ കെച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്സ സീസണിങ് കുറച്ചിട്ട് കൊടുത്തിട്ട് ചില്ലി ഫ്ലേക്സും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ഉള്ളി, ക്യാപ്സിക്കം അങ്ങനെ അത് വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ പീസ് കൊണ്ട് ഇതുപോലെ അങ്ങനെ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ ആക്കി കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും നമുക്ക് 2 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ
ചീസൊക്കെ നല്ല മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഇനി കട്ട് ചെയ്തും കൂടെ കാണിക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചീസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചീസൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലത്തെ പിസ്സയും മറ്റൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഈസ്റ്റ് ഇല്ലാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പിസ്സേൻ്റെ റെസിപ്പി കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും 2 ടീസ്പൂൺ ഓയിലും ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം അല്പം ഓയിലൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ പിസ്സ ആക്കി എടുക്കാം. കണ്ടതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിത് പരത്തി വെക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോ അല്ലെങ്കിൽ പാനിൽ വെച്ച് ചെയ്യാം. ഞാനിത് ഓവണില്ലാതെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പാനിൽ വെച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഇതുപോലെ പ്ലേറ്റിലൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ അതിനെ കുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേവുന്ന ടൈമിൽ ഇതിങ്ങനെ പൊള്ളിച്ച് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കെച്ചപ്പാണ് ഞാനിതിലേക്ക് ആക്കി കൊടുക്കുന്നത്. പിന്നെ ചീസ് വെച്ചിട്ട് അതിന് മേലെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ചീസ് അതിന് മുകളിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്സ സീസണിങ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ആണ്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ട് ഇതിന് മുമ്പ് നമ്മൾ പിസ്സേൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ പിസ്സ ഓവണില്ലാതെ ബേക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ 5 മിനിറ്റ് മുമ്പേ നമ്മൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെക്കണം. എന്നിട്ട് ഒന്നുകിൽ നമുക്കിതുപോലെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 20 to 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല അടിപൊളി പിസ്സ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചീസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് വീട്ടിൽ ഇതുപോലെ പിസ്സയും മറ്റും ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.